ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് ബോസ് ജോർജ്, സിന്ധു ജോർജ്, അരുൺ ജോർജ് ആൻഡ് അഖിൽ ജോർജ് USA. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവാം ദൈവമേ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അടിയങ്ങൾ ഒരുമിച്ച് അവിടുത്തെ തിരുസന്നിധിയിൽ ഈ നിമിഷം കടന്നു വരുന്നു. അടിയങ്ങളുടെ സങ്കടയാചനം കേൾക്കണമേ, പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ. ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങളെ ഛിന്നഭിന്നമാക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് അടിയങ്ങളെ രക്ഷിക്കുവാൻ തക്കതിനോണം അടിയങ്ങളുടെ സങ്കടയാചനകൾ അങ്ങ് ശ്രദ്ധിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങയിലെ കൊണ്ട് സൂക്ഷ്മയപ്പാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണമെന്ന് യേശുനാഥിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. നമുക്കാദ്യമായിട്ട് കോവിഡ് രോഗികൾക്ക് വേണ്ടിയിട്ടും അവരുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അബുദാബിയിൽ നിന്ന് പോൾസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഷാർജയിൽ നിന്ന് ബ്ലെസ്സിൽ, ഫിലഡൽഫിയ നിന്ന് ജിബിൻ, അതോടൊപ്പം ലിസി വർഗീസ്, ഷിബു വർഗീസ്, ജിജി ജിബു, ജസാനിയ, ജാക്ലിൻ തുടങ്ങിയവർ ലണ്ടനിൽ നിന്ന് പ്രത്യേക പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലിൻസി, ലിജോ, അനറ്റ് ദോഹയിൽ നിന്നും പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദുബായിൽ നിന്ന് സന്തോഷിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നീനു ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുവൈറ്റിൽ നിന്ന് നീനു ജോൺ, ന്യൂയോർക്കിൽ നിന്ന് സജി ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലണ്ടനിൽ നിന്ന് ഡോക്ടർ സുശീലിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രോഗത്തിന് ഒരുപാട് ആശ്വാസമുണ്ട്. പ്രിയപ്പെട്ട മേരിക്കുട്ടി ഓർത്ത് പ്രാർത്ഥിക്കാം. ന്യൂയോർക്കിൽ നിന്ന് രോഗത്തിന് വളരെയധികം ശമനമുണ്ട്. പ്രിയപ്പെട്ട ബിനുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദുബായ്, അവിടെയും രോഗത്തിന് ഒരുപാട് ആശ്വാസം ഉണ്ട് എന്നറിയിച്ചിരിക്കുന്നു. ചില സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പേര് തരും എന്നത് കവിഞ്ഞ് പിന്നീട് അവരുടെ പ്രോഗ്രസ്സിനെ കുറിച്ച് രണ്ടാമതായിട്ട് വിളിക്കാറില്ല. അതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ ആരെക്കുറിച്ചും തരുവാൻ കഴിയാത്തത്. നമുക്ക് ലഭിച്ച എല്ലാ സഹോദരങ്ങളുടെയും സൗഖ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ രോഗികളെ പരിചരിക്കുന്ന നേഴ്സിംഗ് കെയറിലുള്ള എല്ലാ സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുകയും അവരോടൊപ്പം തന്നെ സമയങ്ങൾ മുഴുവൻ ചെലവഴിക്കുകയും ചെയ്യുന്ന ആ സഹോദരിമാരും സഹോദരന്മാരുമുണ്ട്. നേഴ്സിംഗ് കെയറിലുള്ളവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. രജിമേരി ഓർത്ത് പ്രാർത്ഥിക്കാം. കാവ്യ ഓർത്ത് പ്രാർത്ഥിക്കാം. ടോണി ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മോളമ്മ ഓർത്ത് പ്രാർത്ഥിക്കാം. ശാന്തമ്മ ഓർത്ത് പ്രാർത്ഥിക്കാം. ഷീബയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബീനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജെൻസിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. രേണുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. റൂബി ഓർത്ത് പ്രാർത്ഥിക്കാം. ജിബുവിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഫിലഡൽഫിയയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആനിയാണ്. ആനിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അന്ന ജോണിക്കുട്ടി ഓർത്ത് പ്രാർത്ഥിക്കാം. ബ്രൈറ്റി ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാനഡയിൽ നിന്ന് ജിൻഡോ ജെൻസി ഓർത്ത് പ്രാർത്ഥിക്കാം. ഷാർജയിൽ നിന്ന് സോഫിയയും ടെസ്സി ഓർത്ത് പ്രാർത്ഥിക്കാം. കുവൈറ്റിൽ നിന്ന് സുമിയയും അതോടൊപ്പം സിമിയയും നീനു പോളിനെയും ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഡോഹയിൽ നിന്ന് ഷിബി ഓർത്ത് പ്രാർത്ഥിക്കാം. നൊയാൽ, ജീതു, നൊയാൽ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അയർലൻഡിൽ നിന്ന് സോണി ഓർത്ത് പ്രാർത്ഥിക്കാം. ഫിജറയിൽ നിന്ന് വത്സ പൈലി ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അലയിൽ നിന്ന് എൽസി ഓർത്ത് പ്രാർത്ഥിക്കാം. ലിസി ഓർത്ത് പ്രാർത്ഥിക്കാം. ലിസി സോണി ഓർത്ത് പ്രാർത്ഥിക്കാം. ലിജിയെയും ജെൻസി ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഫിജറയിൽ നിന്ന് ഉള്ളത് നമ്മൾ പ്രാർത്ഥിച്ചു. ദുബായിൽ നിന്ന് മായ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ രോഗികളെ പരിചരിക്കുന്ന ഡോക്ടേഴ്സ് ചില പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് ഡോക്ടർ റീനയെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരുപാട് രോഗികളെ ദിവസവും കൈകാര്യം ചെയ്യുന്ന ഡോക്ടറാണ്. നമ്മളെ പ്രത്യേകം കർത്താവ് സൂക്ഷിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ഡോക്ടർ ജയശങ്കർ ബ്രാഡ്ഫോർഡ് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഡോക്ടർ റെബേക്ക ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.
ഡോക്ടർ റിനി മേരി തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡോക്ടർ മാത്യു തോമസിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ജെയിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മിലനിലായിരിക്കുന്നു. അവിടുന്ന് എത്രയും പെട്ടെന്ന് പുറത്തു വരുവാൻ ദൈവം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നാഷണലിൽ നിന്ന് ആനി നനനെയും റെബക്ക നനനെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നാം മാസങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മോഹൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സമയം അദ്ദേഹത്തിന് റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ദൈവം ബലപ്പെടുത്തുന്നതിനായിട്ടും ആ റേഡിയേഷൻ്റെ കെടുതികളെ കുറയ്ക്കുന്നതിനായിട്ടും സൗഖ്യം ദൈവം നൽകുന്നതിനായിട്ടും മോഹനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാൽഗരി കാനഡയിൽ നിന്ന് വിനുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആ കീമോതെറാപ്പിയുടെ സെഷൻസ് അനുയോജ്യമായിട്ട് അനുഗ്രഹപ്രദമായിട്ട് പൂർത്തീകരിച്ച് സൗഖ്യത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം മാവേലിക്കരയെന്നും പ്രിയപ്പെട്ട കുഞ്ചുമോൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം സൗഖ്യം ആശ്വാസം നൽകുവാൻ തക്കവണ്ണം സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. കൂടാതെ ഒരുപാട് പ്രയർ റിക്വസ്റ്റ് മാനവ വിഷയങ്ങൾക്കായിട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മറ്റ് ജോലികൾ നഷ്ടപ്പെടുന്നു, അതോടൊപ്പം തന്നെ നാട്ടിലേക്ക് മടങ്ങിപ്പോവാൻ ഉള്ള പ്രയാസങ്ങളുള്ളവർ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ തകർന്നവർ, അങ്ങനെ വരുന്ന ഒരു വലിയ ലിസ്റ്റാണ്. അവരൊക്കെ ഓർത്ത് നമുക്കിപ്പോൾ പൊതുവായിട്ട് പ്രാർത്ഥിക്കാം. കാരണം അപ്രകാരം ഉള്ള എല്ലാവരുടെയും വായിക്കുകയാണെങ്കിൽ ഈ ശുശ്രൂഷയുടെ പകുതിയിലധികം സമയം അതിനായിട്ട് ചിലവഴിക്കേണ്ടി വരും. മുഖ്യമായും നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഈ COVID-19 നിമിത്തം വലയുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ എല്ലാവിധമായ അവസ്ഥകളും കർത്താവ് കണ്ട് പ്രവർത്തിക്കുന്നതിനായിട്ട്, രോഗികളായാലും രോഗികളെ ശുശ്രൂഷിക്കുന്നവരായാലും നാനാ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണാധികാരികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുന്നതിനൊക്കെ നേതൃത്വം നൽകുകയും അപ്രകാരം അനേകരെ ഇതിലേക്ക് ഒരുക്കുവാൻ തക്കവണ്ണം, സജ്ജമാക്കുവാൻ തക്കവണ്ണം ഒക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഭരണാധികാരികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. സോഷ്യൽ വർക്കേഴ്സുണ്ട്, ആരോഗ്യത്തിൻ്റെ വിധമകൾ പ്രവർത്തിക്കുന്ന വിവിധ തരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നാട്ടിലേക്ക് കടന്നു വരുവാൻ ഒരുപാട് പേര് ആഗ്രഹിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ ഈ നാട്ടിൽ കേരള ഗവൺമെൻറ് നടത്തുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ് മൊത്തമായി നടത്തുന്നുണ്ടെങ്കിലും കൂടുതലായി കേരള ഗവൺമെൻറ് ഇപ്രകാരം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുവാൻ തക്കവണ്ണം ഉള്ള മുഖാന്തരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം വിദേശങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് കടന്നു വരുന്നവർ 1000, 2000, 3000 ഒന്നുമല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ് മടങ്ങി വരേണ്ടത്. അപ്പോൾ അതൊരു വലിയ ഭഗീരഥ പ്രയത്നമാണ്. അതിനുവേണ്ടി ക്രമീകരണങ്ങളൊക്കെ അനുകൂലമായി പൂർത്തീകരിക്കുവാനും ജന്മനാട്ടിലേക്ക് മടങ്ങി വരുവാൻ തക്കമുള്ള വഴി ദൈവം അവർക്കായിട്ട് തുറക്കുവാനും നമ്മളിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ കെടുതി മൂലം ജോലി നഷ്ടപ്പെട്ടവർ, നഷ്ടപ്പെടുന്നവർ എന്ന് വേണ്ട നാനാ തലങ്ങളിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. സാമ്പത്തികമായ മാന്ദ്യം സൃഷ്ടിച്ചിട്ടുണ്ട്, മാനസികമായ വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് വേണ്ട ഇതിൻ്റെ കെടുതികൾ ഭയാനകമാണ്. അപ്പോൾ അവിടെയൊക്കെയും കർത്താവ് ആശ്വാസവും സൗഖ്യവും നൽകി നമ്മെ വഴി നടത്തുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളവിടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഈ വലിയൊരു സമയത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, COVID-19 എന്ന മഹാമാരിയാൽ കഷ്ടപ്പെടുന്നവരെ, നഷ്ടപ്പെടുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ എന്നെ ആശ്വാസദായകനായി കടന്നു വരണമേ. വിവിധ തലങ്ങളിൽ കർത്താവെ, കഷ്ടത്തിൻ്റെ തീച്ചൂളയിലായിരിക്കുന്ന മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് സൂക്ഷിച്ച് പരിപാലിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ കർത്താവെ, ഈ മഹാകെടുതി ആളിപ്പടരുമ്പോൾ കർത്താവിനെ കടന്നു വന്ന് കർത്താവ് ഇതിനാശ്വാസവും സൗഖ്യവും നൽകുവാൻ കൊണ്ടും പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇതിനങ്ങ് പ്രതിരോധമായി തീരണമേ കർത്താവെ. ഇതിന് പ്രതിവിധി കണ്ടെത്തുവാൻ സഹായിക്കണമെന്ന് എളിയവരായി ഞങ്ങൾ ഒരു മനസ്സോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് ഒരുപാട് പേര് വിഷയങ്ങൾ തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടേതായിട്ട് വിദ്യാഭ്യാസം തകരാറിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. അതോടൊപ്പം ഉപജീവനത്തിന് മാർഗമില്ലാതെയായി തിരഞ്ഞെടുക്കുന്നവരുണ്ട്. പല രീതിയിൽ കഷ്ടങ്ങളായിരിക്കുന്നവരുണ്ട് കർത്താവെ. കഷ്ടത്തിലും നഷ്ടത്തിലും പ്രയാസത്തിലും വേദനയിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ആശ്വാസദായകനായ യേശുവെ, അങ്ങ് അവരെ ആശ്വസിപ്പിക്കുകയും പ്രത്യാശയോടെ മുൻപോട്ട് പോകാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു മാത്രം അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ സഭകളിൽ പെടുന്ന സഹോദരങ്ങൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന സഹോദരങ്ങൾ തുടങ്ങി അനേകരാണ് എളിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ലോകത്തിൽ നാം ഇന്ന് നോക്കുമ്പോൾ ലോകത്തിലെ നേതാക്കന്മാരും
ശാസ്ത്രജ്ഞന്മാരും അതോടൊപ്പം തന്നെ ബുദ്ധിരാക്ഷസന്മാരും ഒക്കെ COVID-19 എന്ന മഹാമാരിക്ക് കാരണങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഓരോരുത്തരും തങ്ങളുടേതായ കാര്യകാരണങ്ങൾ നിരത്തി വെക്കുന്നുമുണ്ട്. എന്നാൽ ഒരു ദൈവവൈതൽ ഈ കാര്യത്തെ സമീപിക്കുന്നത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കാരണം ദൈവജനത്തിന് മാർഗദീപമായി ദൈവം തന്നിരിക്കുന്ന തിരുവചനത്തിൽ ഈ ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന സർവ്വകാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട്, രൂപരേഖകൾ നൽകിയിട്ടുണ്ട്. നാം തിരുവചനം പഠിക്കുമ്പോൾ അത്യുന്നതനായ ദൈവം തൻ്റെ ജനം മ്ലേച്ഛതയിലും പാപത്തിലും മുൻപോട്ട് പോയ സാഹചര്യങ്ങളിൽ ഭയാനകമായ ശിക്ഷകൾ നൽകിയിട്ടുള്ളത് കാണുവാനായിട്ട് കഴിയും. അവയുടേതായിട്ടുള്ള അവശിഷ്ടങ്ങൾ ഇന്നും ഭൂമിയിൽ നല്ലതുപോലെ കാണുവാൻ കഴിയും. ദൈവത്തെ മറന്ന്, ദൈവസ്വഭാവത്തെ മറന്ന് പാപത്തിൻ്റെ മ്ലേച്ഛതകളിൽ അബ്രഹാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ജനതയെ ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നിയും ഗന്ധകവും ഉപയോഗിച്ചാണ് നശിപ്പിച്ചു കളഞ്ഞത്. ചാവുകടൽ അതിൻ്റെ സാക്ഷ്യമാണ്. സോദോം ഗോമോറ അതിൻ്റെ സാക്ഷ്യമാണ്. ഏതാണ്ട് 3 മാസം മുൻപ് ഞാൻ ആ ദേശത്തേക്ക് കടന്നു പോവുകയുണ്ടായി. ഇന്നും യാതൊന്നും കിളിർക്കുവാൻ കഴിയാതെ, ഒരു സസ്യവുമില്ലാതെ, സസ്യങ്ങളോ കൃഷിയോ ഒന്നുമില്ലാതെ തരിശായി കിടക്കുന്ന പാഴ്ഭൂമിയായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് സോദോമിൻ്റെയും ഗോമോറയുടേത്. ദൈവം പാപത്തിൻ്റെ മ്ലേച്ഛത നിമിത്തം ജനതയെ മൊത്തമായി ശിക്ഷിച്ച സ്ഥലമായിരുന്നു സോദോം ഗോമോറ. അത് നശിപ്പിക്കാതിരിക്കുവാൻ അബ്രഹാം പിതാവ് ദൈവത്തോട് കേണപേക്ഷിച്ചു. 10 പേരെങ്കിലും അവിടെ നീതിമാന്മാരായിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കുകയില്ല എന്നുള്ള വാഗ്ദത്തം അബ്രഹാം പിതാവ് ദൈവത്തിൽ നിന്ന് നേടിയെടുത്തു. പക്ഷേ 10 പേര് പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് സോദോം ഗോമോറയിലേക്ക് ദൈവത്തിൻ്റെ മഹാ അഗ്നി പ്രവഹിക്കുവാനും അതിനെ എന്നേക്കുമായി നശിപ്പിക്കുവാനും ഇടയായത്. അത് ചരിത്രത്തിൽ ഒരു സ്മാരകമാണ്. വീണ്ടും മുൻപോട്ട് പോയി മനുഷ്യരാശി പടർന്ന് പന്തലിച്ചപ്പോൾ മനുഷ്യൻ വീണ്ടും പാപത്തിൻ്റെ പടുകുഴിയിൽ വീണു. ദൈവത്തിൻ്റെ പ്രവാചകന്മാരും ദൈവത്തിൻ്റെ ഭക്തന്മാരുമൊക്കെ എത്ര ആവർത്തിച്ച് പറഞ്ഞിരുന്നാലും പാപത്തിൽ നിന്ന് വിട്ടുതിരിയുവാൻ മനസ്സില്ലാത്ത ഒരു സമൂഹമായിട്ട് ജനം മാറിയപ്പോൾ നോഹയുടെ കാലത്ത് ദൈവം ജലപ്രളയം അയച്ചു. 8 മനുഷ്യരൊഴികെ ഭൂമിയിലെ സർവ്വ മനുഷ്യരെയും കൊന്നൊടുക്കിയ ജലപ്രളയമായിരുന്നു അത്. 2ാമത്തെ മഹാസംഹാരം. അപ്പോൾ മ്ലേച്ഛത കൊടികുത്തി വാഴുന്ന സാഹചര്യങ്ങളിൽ ജനം ദൈവത്തെ മറന്നുകൊണ്ട് മുൻപോട്ട് പോകുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ കോപാഗ്നി ജ്വലിക്കുകയും ദൈവം പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിധങ്ങളാണ് നാം ഈ 2 സന്ദർഭങ്ങളും കണ്ടിട്ടുള്ളത്. അതോടൊപ്പം ദൈവം ശിക്ഷിക്കുവാനായിട്ട് ഇവിടെ 2 കാര്യങ്ങൾ നാം കണ്ടു. ഒന്ന്, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി, ഗന്ധകമിറക്കി സോദോമും ഗോമോറയും ഉൾപ്പെടുന്ന 5 പട്ടണങ്ങൾ നശിപ്പിച്ചു. 2ാമത്, സ്വർഗത്തിൽ നിന്ന് പേമാരി അയച്ച് ദൈവം ലോകത്തെ മുഴുവനായിട്ടും നിറച്ച് അതിലെ മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം കൊന്നൊടുക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ ശിക്ഷിക്കുന്നതിനായിട്ട് തൻ്റെ സൃഷ്ടികളെയും ഉപയോഗിക്കുന്നുവെന്ന് തിരുവചനം കാണിച്ചു തരുന്നുണ്ട്. മിസ്രൈമിലെ ഫറവോ ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ മനസ്സില്ലാതെ അവരെ അടിമവേല ചെയ്യിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം
മോശെ അയച്ച് അവരെ വിടുവിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും അവൻ കൂട്ടാക്കാതെ ഇരുന്നപ്പോൾ മിസ്രൈമിലേക്ക് 10 ബാധകളെ അയക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈ 10 ബാധകൾ 5 എണ്ണം താൻ സൃഷ്ടിച്ച സൃഷ്ടികൾ തന്നെയായിരുന്നു. ഒന്നാമതായിട്ട് തവള. മിസ്രൈം മുഴുവൻ തവള കൊണ്ട് നിറഞ്ഞു. വിടുവിക്കാമെന്ന് പറഞ്ഞു, അവൻ വിടുവിച്ചില്ല. ബാധ മാറിയപ്പോൾ അവൻ്റെ മനസ്സും മാറി. രണ്ടാമതായിട്ട് പേൻ. ഏറ്റവും ചെറിയ ഒരു ജീവിയല്ലേ പേൻ, അതിനെക്കൊണ്ട് മിസ്രൈം നിറച്ചു. മൂന്നാമതായിട്ട് ഈച്ച കൊണ്ട് അതിനെ മുഴുവൻ നിറച്ചു. മിസ്രൈം മുഴുവൻ ഈച്ചകളാണ്, മനുഷ്യൻ ഇറക്കാനും കിടക്കാനും ഒന്നും വയ്യാത്ത രീതിയിൽ പെരുകി. ദൈവം അയച്ച ശിക്ഷയാണ്. നാലാമതായിട്ട് പരുക്കൾ വന്നു. ശരീരത്തിൽ അണുബാധ ഉണ്ടാകുമ്പോഴാണ് പരുക്കൾ വരുന്നത്. അതിങ്ങനെ അത് നിമിത്തം പീഡിപ്പിച്ചു. ഓരോ പ്രാവശ്യവും ദൈവജനത്തെ വിടാം എന്ന് പറഞ്ഞിട്ട് ആ ബാധ മാറുമ്പോൾ വിടാതിരിക്കുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. കൂടാതെ അഞ്ചാമതായിട്ട് വെട്ടുക്കിളിയെ അയക്കുന്നു. വെട്ടുക്കിളി വന്ന് ദേശമെല്ലാം നശിപ്പിക്കുന്നു. അങ്ങനെ അപ്പോഴും അവിടെ ഫറവോൻ ദൈവജനത്തെ വിടുവാൻ കൂട്ടാക്കുന്നില്ല. What I was talking was about the weapons God used to punish his people, to go away from his principles, who live in sin, who live in adultery, who are completely immersed in sexual sins. They are not bothered about the principles which God has given them. They don't observe the commandments which God has given them. In such situations, in spite of several warnings from the Almighty God, when they failed to repent or respond, we find how God had destroyed Sodom and Gomorrah. We also find how God had destroyed the entire world, saving just 8 people with the flood, great flood, which occurred in the times of Noah. So, we find when people go away from God, when they live in wickedness, in lust, and completely forsake the principles which God has given, He punishes them. Again, we find that God uses His creations to punish His people. When the Pharaoh refused to let go the people of Israel or the children of God from Egypt, He sent them 10 plagues. And of these 10 plagues, 10 were His own creations. Creations is life. Frogs, then the plague of gnats, plague of flies, plague of boils, plague of locusts. So we find that such calamities come as punishments of God. This is a typical example. And we learn about the locusts. God calls them as His mighty army. He used the locust to punish His children when they forgot Him, when they fell into sin. And in that context, when the locusts devastated Judah, He had compassion on the people, and we find God asking His people to fast and pray so that He could completely withdraw His army of locusts. He said, you fast and pray. Through His prophet Joel, 3 times He exhorts His people to fast and pray. And we find Him giving the promise of great blessings when they fast and pray. So, it is God who sends pestilences
among his people as punishment. But it is God also who withdraws them. When he sends his pestilence to punish the people, it is for the people to repent and reconcile with God. That's what we see in the prophecy of Joel. 3 times he exhorts his people to fast and pray. മിസ്രൈമിൽ അയച്ച വെട്ടുക്കിളിയെ തന്നെയാണ് ദൈവം തൻ്റെ ജനത്തിൻ്റെ നടുവിലേക്കും അയക്കുന്നത്. അവർ ദൈവത്തെ മറന്ന മ്ലേച്ഛതയിലും വഷളത്വത്തിലും ജീവിച്ചപ്പോൾ അവരുടെ നടുവിലേക്ക് അവൻ വെട്ടുക്കിളി അയക്കുകയാണ്. എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളി അയക്കുന്നതെന്നാണ് ദൈവം കൽപ്പിക്കുന്നത്. വെട്ടുക്കിളികൾ വന്ന് ആ ജനത്തെ ഏറ്റവും അധികം കഷ്ടത്തിലും നാശത്തിലുമാക്കി അവർ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിൽ നിന്ന് വിമോചനം നൽകുവാൻ തക്കവണ്ണം ദൈവം അവരോട് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കൽപ്പിക്കുകയാണ്. യോവേൽ എന്ന ചെറിയ പ്രവാചകനിലൂടെ 73 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പ്രവചനത്തിലൂടെ 3 പ്രാവശ്യമാണ് തൻ്റെ ജനം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവം ആവശ്യപ്പെടുന്നത്. ഒരു ഉപവാസം പ്രഖ്യാപിക്കുവിൻ, ഒരു ഉപവാസം പ്രഖ്യാപിക്കുവിനെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുക മാത്രമല്ല, ആ ഉപവാസത്തിന് ശേഷം താൻ അവർക്ക് നഷ്ടപ്പെട്ട കാലങ്ങൾ മടക്കി കൊടുക്കുമെന്നും പുതിയ അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കുമെന്നും വാഗ്ദത്തം ചെയ്യുകയാണ്. അവർ ഉപവസിക്കുമ്പോൾ താൻ അയച്ച തന്നെ മഹാസൈന്യമായ വെട്ടുകിളിയെ കിഴക്കൻ കടലിലും പടിഞ്ഞാറേ കടലിലും തള്ളിക്കളയുമെന്ന് ദൈവം വാക്ക് പറയുകയാണ്. അപ്പോൾ ഇന്ന് ഈ ലോകത്തിൽ COVID-19 എന്ന് പറയുന്ന ആ വൈറസ് ആക്രമിക്കുമ്പോൾ അതിനെ തീർച്ചയായിട്ടും നേരിടുവാൻ ഉപവാസ പ്രാർത്ഥനകൾക്ക് കഴിയും. ഈ മഹാഗണതയെ പിടിച്ചു നിർത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം യാതൊരു രീതിയിലുള്ള പ്രതിവിധിയോ പ്രതിരോധമോ ഈ നിമിഷം വരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ ഈ കെടുതി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേക പ്രദേശമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടുത്തെ ഏതോ തകരാറുകൊണ്ടാണെന്ന്. എന്നാൽ ലോക ജനതയെ മുഴുവനായിട്ട് ഇപ്രകാരം ഒരു കെടുതി സംഹരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കരമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഒരു ദൈവപൈതലിന് അധികം ചിന്തിക്കേണ്ടി വരുന്നില്ല. പല കാരണങ്ങൾ മനുഷ്യന് കണ്ടുപിടിക്കാനാവും. എന്നാൽ ഏത് കെടുതിയുടെ നടുവിലും ദൈവമാണ് തൻ്റെ ജനത്തെ സൂക്ഷിക്കുന്നത്. ഉപവാസത്താലും പ്രാർത്ഥനയാലും ഇതിനെ ജയിക്കുവാൻ കഴിയും. വെട്ടുക്കിളി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെന്ന് വിളിക്കുന്ന ആ പ്രാണിക്കാണ്ട് 1 ഇഞ്ച് 1.5 ഇഞ്ച് നീളം മാത്രമേ ഉള്ളൂ. അതൊരു ദേശത്തെ മുഴുവൻ തകർക്കുമ്പോൾ അത് തൻ്റെ മഹാസൈന്യമാണെന്ന് പ്രഖ്യാപിച്ച ദൈവം, ഒരു 0.1 മില്ലിമീറ്റർ പോലും ഇല്ലാത്ത പേനെ കൊണ്ട് മിസ്രൈമിലെ ജനങ്ങളെ ബാധിച്ച ദൈവം തീർച്ചയായിട്ടും തൻ്റെ ജനത്തെ വരുതിയിൽ വരുത്തുവാൻ, അവരെ ശിക്ഷിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു മുഖാന്തരമായിട്ട് ഇപ്രകാരമുള്ള മഹാബാധകളെ ഉപയോഗിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് അംഗീകരിക്കുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ ആധുനിക ക്രൈസ്തവ സമൂഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. ഉപവാസം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം, ആ പ്രഖ്യാപിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കുവാൻ തക്കതിനോണം തിരുവചനത്തിൽ തന്നെ ഒരു പുസ്തകം ചേർത്തിട്ടുണ്ട്, യോവേൽ പ്രവചനം. കഴിഞ്ഞ ഒരു ദൂതിൽ ഉപവാസം പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഉപവാസ പ്രാർത്ഥനകൾക്ക് ഇങ്ങനെയുള്ള കെടുതികളെ നേരിടാനുള്ള ശക്തി പകർന്ന് അതിനെ തകർത്ത് വിജയം നേടുവാൻ കഴിയുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അനേക സഹോദരങ്ങളുടേതായിട്ടുള്ള സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞങ്ങളുടെ സഭകളിൽ ഉപവാസം എന്ന് പറയുന്നൊരു കാര്യമില്ല, ഞങ്ങളുടെ ആരാധനയിൽ ഉപവാസം എന്ന് പറയുന്നൊരു കാര്യമില്ല. പല കാരണങ്ങൾ, പല പ്രവർത്തികളൊക്കെയും അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഉപവസിക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള സാഹചര്യമില്ല. ഇതൊരു ഉപവാസ പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. അവരുടേതായിട്ടുള്ള
ആഗ്രഹം മാനിച്ച്, അവരുടെ നല്ല ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ആഗ്രഹം മാനിച്ച് വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ മെയ് മാസം 15-ാം തീയതി ഉച്ചയ്ക്ക് 3:30 മണിക്ക്, ഇന്ത്യൻ സമയം 3:30 മണിക്ക് ഒരു 24 മണിക്കൂർ ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 3:30 മണിക്ക് ആരംഭിക്കുന്ന പ്രസ്തുത 24 മണിക്കൂർ ഉപവാസ പ്രാർത്ഥന ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 3:30 മണിക്ക് അവസാനിക്കും. ഈ 3:30 മണി സമയം എന്നുള്ളത് തിരഞ്ഞെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും യൂറോപ്പിൽ നിന്നുള്ള സഹോദരങ്ങൾക്ക് പങ്കെടുക്കുവാൻ വേണ്ടി കൂടിയാണ്. കാരണം സമയത്തിൻ്റെ ഉള്ള വ്യതിയാന നിമിത്തം എത്രയും പേർക്ക് ഇതിൽ പങ്കെടുക്കാമോ അത്രയും പേർക്ക് സൗകര്യങ്ങൾ നൽകുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഉപവസിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന 10 പേരാണ് ഉള്ളതെങ്കിൽ പോലും അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഈ ഉപവാസ പ്രാർത്ഥനാ ശുശ്രൂഷയുടേതായിട്ടുള്ള ഉത്തരവാദിത്വമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഉപവാസ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് വാസ്തവമായി ഉപവസിക്കുന്ന ഒരു വ്യക്തിയെയും ഒരു കോവിഡും തകർക്കുകയില്ല എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. ഏത് പ്രയാസ പ്രതിസന്ധികളിലും ഏത് കഷ്ടനഷ്ടങ്ങളിലും അത്യുന്നതനായ ദൈവത്തിൻ്റെ കരുണയും കാവലും ആർജിക്കുവാൻ തക്കവണ്ണം ഉപവാസ പ്രാർത്ഥനകളിലൂടെ കഴിയുമെന്നത് കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലെ എൻ്റെ അനുഭവമാണ്. ഞാൻ പ്രത്യേകമായിട്ട് ആരെയും ഇതിൽ പങ്കെടുക്കുവാൻ നിർബന്ധിക്കുകയില്ല. കാരണം നിർബന്ധിച്ചുകൊണ്ട് കുറച്ച് പേരെ പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം ലഭിക്കുന്ന മാർഗമല്ല ഇത്. സ്വയമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തി ഒരു പുതിയ സൃഷ്ടിയാകുവാനുള്ള ഒരു വലിയ അവസരമാണ് ഉപവാസ പ്രാർത്ഥനകൾ നൽകുന്നത്. അല്ലാതെ സൗഖ്യദായക ശുശ്രൂഷ ഞാൻ നയിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ കോവിഡ് രോഗികളെ എല്ലാം സൗഖ്യമാക്കുവാനല്ല ഈ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഒരു ചൂണ്ടുവലകയാണ്. അനേകരെ ഒരുമിച്ച് കൊണ്ടുവരുവാനും ദൈവസന്നിധിയിൽ ഒരുമിച്ച് നിലവിളിക്കുവാനും ദൈവത്തിൻ്റെ കാരുണ്യം സമ്പൂർണ്ണമായിട്ട് പ്രാപിച്ചുകൊണ്ട് പുതിയ സൃഷ്ടികളായിട്ട് കോവിഡ് ബാധയൊക്കെ പോയി കഴിയുമ്പോൾ ദൈവരാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വിമർശനം എന്നുള്ളത് എൻ്റെ ശുശ്രൂഷ ഭാഗമല്ല. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്യുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം അനുസരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. മറ്റൊരു ക്രൈസ്തവ സമൂഹമോ സഭയോ മറ്റാരെങ്കിലുമോ എന്തെങ്കിലും ചെയ്യാതിരിക്കുകയോ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോവുകയോ ചെയ്യുകയാണെങ്കിൽ അത് നോക്കേണ്ടത് അത്യുന്നതനായ ദൈവമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇതിനൊക്കെയും മറുപടി ദൈവസന്നിധിയിൽ നൽകിയേ മതിയാവും. ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ അനുഭവങ്ങളാണ്, എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഭൂമിയിൽ മനുഷ്യൻ്റെ ആയുസ് 7, 10 ഏറെയാൽ 80 മാത്രം. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ട ഒരു സമയമുണ്ട്. നാം ചെയ്തതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും അതിന് തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുമെന്നും പ്രസംഗിക്കുക മാത്രമല്ല, ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ഇന്ന് പ്രസംഗിക്കുന്ന അനേകർക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അന്ധമായിട്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മറന്ന് അതിനെ ചവിട്ടി മെതിച്ച് സ്വന്തം ആർഭാടങ്ങൾക്കും ആഡംബരങ്ങൾക്കും സ്വന്തം ജനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ തെറ്റായ വഴികൾ നടത്തുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവ പരിചയം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം മാത്രം, നിങ്ങൾക്ക് ഉപവസിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഏത് സഭയായിരുന്നാലും ഏത് ഭാഷ സംസാരിക്കുന്നവരായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും അതിനുള്ളൊരു വലിയ വേദിയാണ് വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് ഒരുക്കുന്നത്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ 24 രാജ്യങ്ങളിൽ നിന്നുള്ളവരിതിൽ പങ്കെടുത്തിട്ടുണ്ട്. അനേകർ. ആരാണ് പങ്കെടുക്കുന്നുള്ള ഐഡൻറ്റിറ്റി ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച ശേഷം കൂടുതൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കമാണ്. താൽക്കാലികമായ ഒരു സൗഖ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്രകാരമുള്ളൊരു പ്രതിസന്ധി കടക്കുന്നതിന് വേണ്ടിയിട്ട് അനേകർ ഉപവസിക്കുവാൻ തയ്യാറാകുന്നുണ്ട്. എന്നാൽ അതിലുപരിയായി ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന
ഓരോരുത്തരും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം സമർപ്പിതരും കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് അനുദപിക്കുന്നവരും കർത്താവ് കൊടുക്കാൻ പോകുന്ന വരുംകാല ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് പ്രശോഭിക്കുവാൻ സ്വയം സമർപ്പിക്കുന്നവരും ആയിരിക്കണമെന്നുള്ളത് ഒരപേക്ഷ മാത്രമാണ്. അതിനെ എപ്രകാരം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടേതായിട്ടുള്ള കാര്യമാണ്. ഞാനിത് പറയുന്നത് ഒരുപാട് പേര് സൗഖ്യത്തിന് വേണ്ടി വിളിക്കും, പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കും, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി വിളിക്കും. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ച് കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കുവാനോ അനുദപിക്കുവാനോ മനസ്സില്ലാതെ താൽക്കാലികമായ രോഗസൗഖ്യമാണ് ലക്ഷ്യം. ദൈവം എങ്ങനെയാണ് സൗഖ്യം നൽകുന്നത്? അതിനെക്കുറിച്ച് വിധി എഴുതുവാൻ ഞാൻ ആളല്ല. വരുന്നവരുടെ എല്ലാ കാര്യവും പ്രാർത്ഥിക്കുന്നുണ്ട്. There should be a change in you. In one of my last messages, I had said that fasting prayer alone can bring relief for such situations. And I had given typical examples from the book of Joel, how God had exhorted his people to fast and pray, and how he healed the nation, and how he blessed them. Well, then so many people wrote to me saying that they don't have such a facility in their churches because they have not experienced this sort of phenomena, the phenomena of fasting prayers. There's a lot of worship, there's a lot of prayers, but fasting prayers are not there. And they do not know how to fast. There is no need for fasting, and especially in such a situation. So they had requested this ministry to lead a fasting prayer. Because Word World Ministries is not a church. It's a fellowship of so many churches, members of so many churches who fast and pray to build up the kingdom of God with the Holy Spirit. So, upon such requests, the Holy Spirit has guided me to conduct a 24-hour fasting prayer from the 15th of May, that's Friday, 3:30 Indian Standard Time, to 16th of May, that's Saturday, 3:30 p.m. Anybody from any part of the world can participate. The time zone, we have put the Indian time zone in such a way that everybody in Europe and America also can participate. So, those of you who are inspired by the Spirit of God to join us are most welcome. Remember, it's a process of change. It's going to create a situation to start a new life for the Almighty God. Whatever is past is past. Failures are failures. But God is there to blot away all our past. He wants us to begin life anew. The COVID crisis can be overcome with the grace of God. Whoever fasts and prays will definitely be protected by the Almighty God. So, 24-hour fasting prayer would be held from the 15th of May, 3:30 p.m. to 16th of May, 3:30 p.m. ഇന്ന് ലോകത്തിൽ അനേകായിരങ്ങൾ COVID-19 എന്ന വ്യാധി നിമിത്തം, പകർച്ചവ്യാധി നിമിത്തം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു രാജാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മുടെ ചിന്തയ്ക്കായി വിഷയീഭവിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത്. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയും. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിൻ്റെ ദൃഷ്ടിയിൽ നന്മയായത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ. ഹിസ്കിയാവ് പൊട്ടിക്കരഞ്ഞു. പ്രവാചകനായ യെശയ്യാവ് ഹിസ്കിയാവിൻ്റെ കൊട്ടാരത്തിൽ കടന്നു ചെന്ന് രോഗിയായിട്ട് കിടക്കുന്ന ഹിസ്കിയ രാജാവിനോട് പറയുന്ന കാര്യമാണ്, ഈ രോഗനിമിത്തം നീ മരിച്ചു പോകും, നീ ജീവിക്കുകയില്ല. നിൻ്റെ ഗൃഹത്തിലെ കാര്യങ്ങളൊക്കെ
ക്രമീകരിക്കുക. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് താൻ മരിച്ചു പോകും എന്നുള്ള ദൈവത്തിൻ്റേതായിട്ടുള്ള അരുളപ്പാട് തന്നെ അറിയിക്കുമ്പോൾ ഹിസ്കിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നാം വായിച്ചു കേട്ടത്. മരണത്തിൻ്റെ താഴ്വരയിലൂടെ നിമിഷങ്ങൾ എണ്ണി മുൻപോട്ട് പോകുന്ന അവസ്ഥയിൽ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുകയാണ്, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുൻപിൽ നടന്ന് നിൻ്റെ ദൃഷ്ടിയിൽ നന്മയായത് ചെയ്തിരിക്കുന്നു എന്നോർക്കണമേ. ഹിസ്കിയാവ് പൊട്ടിക്കരഞ്ഞു. In 2 Kings chapter 20 verse 3, we find the response of a king who was informed of God's command, or rather, who had informed the king about his sickness. So Hezekiah, the king of Judah, was on his deathbed, and the Almighty God sends his prophet Isaiah, who tells him, you are going to die. Put your house in order. And Hezekiah prays, I beseech thee, O Lord, remember how I have walked before thee in truth and with a perfect heart, and have done that is good in thy sight. Hezekiah wept sore. Well, when we hear that, we have to really learn or understand what exactly were the things that Hezekiah had done which was pleasing to God. മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് ഹിസ്കിയാവ് പ്രാർത്ഥിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ വിശ്വസ്തയോടെ തിരുമുമ്പിൽ നടന്നു. ദൈവത്തിലുള്ള വിശ്വസ്തത അത് പരമപ്രധാനമായ കാര്യമാണ്. ഞാൻ വിശ്വസ്തയോടെ തിരുമുമ്പിൽ നടന്നു. വിശ്വസ്തത എന്ന് പറയുന്നത് ആഴ്ചതോറും പള്ളിയിൽ പോകുന്നതല്ല, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും കൺവെൻഷൻ എവിടെയുണ്ടെങ്കിലും അവിടെയൊക്കെ പോകുന്നതല്ല. ദൈവവിഷയത്തിൽ തീഷ്ണമായിട്ട് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. പലപ്പോഴും നാം വിശ്വസ്തയെന്ന് കണക്കാക്കുന്നത് നമ്മൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആരോട് ചോദിച്ചിരുന്നാലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് എൻ്റെ അടുക്കൽ വരുമ്പോൾ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊരാശ്വാസമാണ്, അതിലവർ സംതൃപ്തരാണ്. എന്നാൽ അതിലുപരിയായിട്ട് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പള്ളിയിൽ കൊടുക്കാനുള്ളതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സഭാപരമായിട്ട് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ള നിബന്ധനകൾക്കെല്ലാം ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് അതിനപ്പുറമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് ആർക്കും പറയാനാവില്ല. അനേകരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഹിസ്കിയാവ് പറയുകയാണ്, ഞാൻ വിശ്വസ്തയോടെ തിരുമുമ്പിൽ നടന്നു. First thing what Hezekiah says is that I have walked before thee with a perfect heart. What does it mean to say that you have walked before thee with a perfect heart? Hezekiah stood for God. Anybody who stands for God in difficulties, in calamities, against oppositions, well, it is because they have a perfect heart before God. ഏകാഗ്ര ഹൃദയത്തോട് നിന്നു, വിശ്വസ്തയോടെ നിന്നു. ഇതെല്ലാം ഹിസ്കിയാവ് പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ വിശ്വസ്തയോടെ നിന്നു എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത ദൈവത്തോടുള്ളത്? അദ്ദേഹം 25-ാമത്തെ വയസ്സിൽ രാജാവായ മനുഷ്യനാണ്. തൻ്റെ രാജവാഴ്ചയുടെ ആദ്യത്തെ ദിവസം ആദ്യമായി അന്ന് അദ്ദേഹം ചെയ്തത് അത്യുന്നതനായ ദൈവത്തിൻ്റെ യെരൂശലേം ദേവാലയം അടഞ്ഞു കിടക്കുകയാണ്.
പതിറ്റാണ്ടുകളായിട്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്. അവൻ്റെ പിതാവ് ഒരു വിഗ്രഹാരാധിയായിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന അവൻ്റെ പിതാവ് യെരുശലേം ദേവാലയം അടച്ചിട്ട് അതെല്ലാം നാശമായി കിടക്കുകയാണ്. അതിൽ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആരാധനയില്ല, ദൈവത്തെ മറന്നു. ഹിസ്കിയാവ് രാജാവായപ്പോൾ ചെയ്ത ആദ്യത്തെ കാര്യം, ആദ്യത്തെ ദിവസം ആദ്യത്തെ മണിക്കൂറിൽ ചെയ്ത കാര്യം, അവൻ ആ ദേവാലയം തുറന്നു, വിഗ്രഹങ്ങളെല്ലാം വാരി പുറത്തിട്ടു, അതിൻ്റെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. ദൈവം അവരോട് പറഞ്ഞിട്ടല്ല, ഞാൻ നിന്നെ രാജാവാക്കാം, രാജാവായി കഴിഞ്ഞാൽ നീ എന്ന് ഇപ്രകാരം ചെയ്യണം എന്ന് ദൈവം അവനോട് പറഞ്ഞതായിട്ട് തിരുവചനത്തിൽ കാണുന്നില്ല. 4 പുസ്തകങ്ങളിൽ ഹിസ്കിയാവിൻ്റെ കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട് തിരുവചനത്തിൽ. എന്നാൽ ഇവിടെ ഹിസ്കിയാവ് ദൈവത്തോടുള്ള അവൻ്റെ വിശ്വസ്തതയിലാണ് അവനത് ചെയ്യുന്നത്. ഇതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആരാധന സമ്പൂർണ്ണമാക്കുവാനുള്ള ആഗ്രഹം, ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ ആലയത്തെ മനോഹരമാക്കുവാനുള്ള ആവേശം, അതവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ദൈവത്തോടുള്ള വിശ്വസ്തയുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. നാം ഇന്ന് ലോകത്ത് കാണുന്നതൊക്കെ വിപരീതമായ കാര്യങ്ങളാണ്. ദൈവാലയം എന്നത് എന്താണെന്ന് അറിയാൻ വയ്യാതെ അതിനെ നശിപ്പിക്കുന്ന വർത്തമാനങ്ങളും വാർത്തകളും സംഭവങ്ങളുമാണ് നാം ഇന്ന് ലോകത്തിൽ കാണുന്നത്. എന്താണ് ദൈവാലയം? സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ് ദൈവാലയം. സ്വർഗീയ ശക്തിയുടെ, സ്വർഗീയ പ്രഭാവത്തിൻ്റെ, പ്രകാശത്തിൻ്റെ അതേ പരിമളം മനുഷ്യൻ ആസ്വദിക്കുന്ന ആശ്വാസ കേന്ദ്രമാണ് ദേവാലയം. അങ്ങനെയുള്ള ദേവാലയങ്ങൾ അതിനെ നശിപ്പിക്കുവാൻ ഒരിക്കൽ പോലും നാം ആഗ്രഹിക്കരുത്. ഹിസ്കിയാവ് ദേവാലയം തുറന്നു, അവനോടൊരു ആവശ്യപ്പെട്ടിട്ടല്ല. ദൈവത്തോടുള്ള അവൻ്റെ വിശ്വസ്തത, ആരാധന മുടങ്ങുവാൻ ഇടയാകരുത്. അവൻ പണി ആരംഭിച്ചു. 16 ദിവസം കൊണ്ട് ദേവാലയത്തിലെ എല്ലാവിധ ഉപകരണങ്ങളുടെയും അറ്റകുറ്റപ്പണി നടന്നു. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയ ശേഷം അവൻ ലേവ്യരെ വിളിച്ചു. 17-ാം ദിവസം അവൻ അവിടെ ആരാധന ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ ആരാധന എവിടെ ആരംഭിക്കുന്നതും ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ ആരാധന മുടക്കുവാൻ ഏറ്റവും അധികം ശ്രമിക്കുന്നത് പിശാചാണ്. അവന് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. ഏതെല്ലാം തലങ്ങളിലായിരുന്നാലും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനുള്ള അവൻ്റെ പരിശ്രമത്തിൻ്റേതായിട്ടുള്ള പ്രതിഫലനങ്ങളാണ് ദൈവത്തിൻ്റെ ആരാധന മുടക്കുക എന്നുള്ളത്. ഈ മഹാമാരിയിലും അവൻ വളരെയധികം വിജയിച്ചിരിക്കുന്നു. മാർച്ച് മാസം 12-ാം തീയതിക്ക് ശേഷം ഭൂമിയിൽ ഒരു ദേവാലയങ്ങളിലും കൂട്ടായ ആരാധന നടന്നിട്ടില്ല. അപ്പോൾ ദേവാലയങ്ങൾ ദൈവത്തിൻ്റെ ആരാധനാലയങ്ങളായിട്ട് രൂപാന്തരപ്പെടാതെ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് അതിനോട് യാതൊരു വിധത്തിലുള്ള കരുണയുമില്ല. ദൈവം തന്നെയാണ് യെരുശലേം ദേവാലയം തകർക്കുവാൻ നെബൂഖദ്നേസറിനെ അയച്ചതെന്നുള്ളത് നാം മറക്കരുത്. കാരണം അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പടുത്തുയർത്തിയ, ദൈവം നൽകിയ പ്ലാൻ അനുസരിച്ച് പടുത്തുയർത്തിയ യെരുശലേം ദേവാലയം അത് ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയുക്തമാകാതെ വന്നപ്പോൾ, അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയപ്പോൾ ദൈവം തന്നെ അതിനെ നശിപ്പിക്കുകയാണ്. തന്നെ മറന്ന് അന്യദൈവങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിൽ വെറും ചടങ്ങുകളായിട്ട് ആരാധനകൾ മാറിയപ്പോൾ അവൻ ആ ദേവാലയത്തെ നശിപ്പിക്കുകയാണ്. അതും ദൈവമില്ലാത്തൊരു രാജാവിനെ അയച്ച് അവനെ നശിപ്പിച്ചു. നെബൂഖദ്നേസർ ചുട്ടുകരിച്ചു, യെരുശലേം ചുട്ടുകരിച്ചു. വീണ്ടും ജനം ദൈവത്തോട് നിലവിളിച്ചു. ദൈവം മറ്റൊരു ദൈവമില്ലാത്ത രാജാവിനെ, കോരശ്, അവനെ അയച്ച് തന്നെ ജനത്തിൻ്റെ നിലവിളിയുടെ മുൻപിൽ വീണ്ടും യെരുശലേം ദേവാലയം പണിയുകയാണ്. ഞാൻ അഭാവം വിടട്ടെ. അപ്പോൾ ഹിസ്കിയാവ് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു എന്ന് പറയുന്ന അവൻ്റെ വാദമുഖത്തിന്
വലിയ അർത്ഥമുണ്ട്. അവൻ ദൈവത്തിൻ്റെ ആരാധനയെ യഥാസ്ഥാനപ്പെടുത്തി. തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, തൻ്റെ പ്രജകൾക്ക് വേണ്ടിയിട്ട് ആരാധിക്കുവാൻ, അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ തക്കതിനോണം അവൻ ദേവാലയം ഉയർത്തിയെന്ന് മാത്രമല്ല, അവിടെ ആരാധന പുനഃസ്ഥാപിച്ചു. രണ്ടാമതായിട്ട് അവൻ ഇസ്രായേൽ മക്കൾക്കെല്ലാമായിട്ട് അവൻ പെസഹ ആചരിച്ചു. 10 ഗോത്രങ്ങൾ അപ്പുറത്താണ്. യഹൂദയിൽ കടന്നു വന്ന് പെസഹ ആചരിക്കുവാൻ തക്കവണ്ണം അവൻ ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. വലിയൊരു പെസഹ അവിടെ ആചരിക്കുകയാണ്. ദാവീദ് രാജാവിൻ്റെ മകനായ ശലോമോന് ശേഷം ഇതുപോലൊരു പെസഹ ആചരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് തിരുവചനം രേഖപ്പെടുത്തുന്നത്. What did Hezekiah do? He opened the doors of the temple of God, which was shut down by his father Ahaz. For decades it was closed down. But the very first thing he did on the very first day when he became the king was to break open the doors of the temple of Jerusalem and started the repairs. 16 days it took for the completion of the repairs. And when the repairs were complete, on the 17th day we find him offering sacrifices in the house of the Lord. He reinstated the worship of God. And then he celebrated the Passover. പെസഹ ആചരിക്കുകയാണ് എല്ലാ ഗോത്രങ്ങളും വരുത്തി. 7 ദിവസമാണ് നിശ്ചയിച്ചിരുന്നെങ്കിലും വീണ്ടും 7 ദിവസം കൂടി അവന് അത് നീട്ടുകയാണ്. പിന്നീട് പറയുന്നത്, ഞാൻ ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തോട് പ്രവർത്തിച്ചു. I have walked with a perfect heart. I have walked in truth. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തോട് പ്രവർത്തിച്ചു. ദൈവത്തിന് വേണ്ടി ആലയം എല്ലാം അറ്റകുറ്റപ്പണി ചെയ്ത് ആരാധന പുനഃസ്ഥാപിക്കുക മാത്രമല്ല, അവനവിടെ ആരാധന സ്ഥിരമാക്കി. ഒരു നാമമാത്രമായ ചടങ്ങല്ല. അവൻ പ്രത്യേക ഗണങ്ങളെ നിയമിച്ചു, പാട്ടുകാരെ നിയമിച്ചു, യാഗമർപ്പിക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള സംഘങ്ങളെ നിയമിച്ചു. അങ്ങനെ യഹോവയാം ദൈവത്തിൻ്റെ ആരാധന അവിടെ യഥാസ്ഥാനപ്പെടുത്തി. അടുത്തതായിട്ട് അവൻ ചെയ്ത കാര്യം, യഹൂദ മുഴുവൻ വിഗ്രഹങ്ങളായിരുന്നു. The entire country was in idolatry. He destroyed all the idols in his kingdom. He destroyed the high places, altars, graven images, everything. He destroyed them completely because people were worshipping the minister of the Almighty God. എല്ലാ വിഗ്രഹങ്ങളെ അവൻ തകർത്തു, പൂജാഗിരികളെ തകർത്തു, അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. കാരണം അവൻ്റെ പിതാവിൻ്റെ കാലത്ത് ഇവയൊക്കെ പ്രതിഷ്ഠ ജനങ്ങളെ യഹോവയാം ദൈവത്തിൽ നിന്ന് തിരിച്ച് വിഗ്രഹാരാധികളാക്കി മാറ്റി. അവൻ വീണ്ടും തൻ്റെ ജനത്തെ യഹോവയാം ദൈവത്തിങ്കിലേക്ക് തിരിച്ചു. എല്ലാവിധ വിഗ്രഹങ്ങളും തകർത്ത് കളഞ്ഞു. മാത്രമല്ല, വർഷങ്ങളായിട്ട് ഇസ്രായേൽ മക്കൾ ആരാധിച്ചിരുന്ന, അല്ലെങ്കിൽ വളരെയധികം ആദരവ് പ്രകടിപ്പിച്ചിരുന്ന ഒരു വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു. മോശയുടേതായിട്ടുള്ള പിച്ചള സർപ്പം. മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിച്ചള സർപ്പം നൂറ്റാണ്ടുകളായിട്ട് ഇസ്രായേൽ മക്കൾ ഇവിടെ വെച്ച് ആദരവ് അർപ്പിക്കുന്നുണ്ട്. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പേര് നെഹുഷ്ഠാൻ എന്നാണ്. ഹിസ്കിയാവ് അതിനെ തകർത്ത് കളഞ്ഞു. ജനത്തിൻ്റെ ഒരുപാട് വൈരാഗ്യമുളവാക്കുന്ന, ജനം ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു കാര്യത്തെ തകർത്ത് കളയുകയെന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. പക്ഷേ അവൻ്റെ ദൈവത്തിനോടുള്ള അവൻ്റെ തീഷ്ണ നിമിത്തം അവൻ അതിനെ തകർത്ത് കളഞ്ഞു. അവന് ദൈവമല്ലാതെ മറ്റൊന്നുമില്ല. അവൻ ദൈവത്തിന് പ്രസാദകരമായത് ചെയ്തു. ഏകാഗ്ര ഹൃദയത്തോടെ വിശ്വസ്തയോടെ അവൻ ചെയ്തു. എന്നിട്ട് അവൻ അവിടെ ദശാംശം കൊണ്ടുവരുവാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്തു. ദൈവത്തിൻ്റെ ആലയത്തിലെ ആരാധനകൾ കൃത്യമായി നടക്കണമെങ്കിൽ ദശാംശം ആവശ്യമുണ്ട്, അതിന് പണം ആവശ്യമുണ്ട്. ജനങ്ങളോടെല്ലാം ദശാംശം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. അവനും ദശാംശം കൊടുത്തു. ഈ പെസഹ ആചരിക്കുന്നതൊക്കെ അവൻ തൻ്റെ സ്വന്തം ഭണ്ഡാരത്തിന് കാശ് ചിലവാക്കിയാണ്. ദേവതാവ് മഹത്വത്തിനായിട്ട് എന്ത് ചിലവഴിക്കുന്നതിനും ഹിസ്കിയാവിന് യാതൊരു മടിയുമില്ലായിരുന്നു.
ജനങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. അവർ ദശാംശം കൊണ്ടുവന്നു കൂമ്പാരങ്ങളാക്കി അവയെ സംഭരിക്കുവാനോ സൂക്ഷിക്കുവാനോ സ്ഥലമില്ലാതെ വണ്ണം അവിടെ ദശാംശങ്ങൾ അവർ കൊണ്ടുവന്നു. അപ്പോൾ ഹിസ്കിയാ പറയുന്നത് ഇത് ഓർക്കണം, ഞാനിന്ന് മരണത്തിന് താഴ്വര കടന്നു പോവുകയാണ്. ഞാൻ മരിച്ചു പോകുമെന്ന് നീ കൽപ്പിച്ചു, എന്നാൽ ഞാൻ നിൻ്റെ സന്നിധിയിൽ നന്മയായി ഏകാഗ്ര ഹൃദയത്തോടെ വിശ്വസ്തയോടെ പ്രവർത്തിച്ചത് നീ ഓർക്കണം. ഹിസ്കിയാവിന് മക്കളില്ല, അവൻ വിവാഹിതനായിട്ട് പോലുമില്ല. അവൻ്റെ വാഴ്ചയുടെ 14-ാമത്തെ വർഷമാണ് ഇത് സംഭവിക്കുന്നത്. 14 വർഷം രാജാവായിരുന്നു. 14-ാമത്തെ വർഷമാണ് ഈ മഹാരോഗം അവനെ പിടിപെടുന്നത്. അവൻ ഏറ്റവും സങ്കടത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയത്. He cried, he wept a sore. He put forward all these things before God. All these things I have done. I cut off all the graven images, I have smashed all the idols, I have reinstated tithing. Well, everything is done. Remember me. 2 രാജാക്കന്മാർ 14-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, പ്രവാചകനായ യെശയ്യാവ് ദുഃഖിതനായിരുന്നു. അദ്ദേഹം ഈ ദൈവത്തിൻ്റെ വചനം രാജാവിനെ അറിയിച്ച ശേഷം ദുഃഖിതനായിട്ട് കൊട്ടാരത്തിന് പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഹിസ്കിയാവ് ഇപ്രകാരം പ്രാർത്ഥിച്ചത്. അപ്പോൾ അദ്ദേഹം നടുമുറ്റത്തെത്തിയപ്പോൾ അത്യുന്നതനായ ദൈവം അദ്ദേഹത്തോട് അരുളി ചെയ്യുകയാണ്. 7 കാര്യങ്ങളാണ് അവനെ ഫലമേൽപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അവനോട് പറയുകയാണ്, നീ മടങ്ങിപ്പോകണം. അതെ, എന്നിട്ട് ഹിസ്കിയാവിനോട് നീ പറയണം, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു. മൂന്നാമതായിട്ട് പറയുന്നത്, ഞാൻ നിൻ്റെ കണ്ണുനീർ കണ്ടു. നാലാമതായിട്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കും. അഞ്ചാമതായിട്ട്, 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ആറാമതായിട്ട്, ഞാൻ നിൻ്റെ ആയുസ്സിനോട് കൂടെ 15 വർഷം കൂട്ടും. മാത്രമല്ല, അതെ, നിൻ്റെ ഈ നഗരത്തെയും നിന്നെയും അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ 7 കാര്യങ്ങളാണ് ഹിസ്കിയാവിനെ ദൈവം അറിയിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടി ദൈവം നൽകുന്നത് നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് അവലോകനം ചെയ്തുകൊണ്ടുകൂടിയാണ്. എല്ലാവരും പ്രാർത്ഥിക്കും, കർത്താവെ എന്നെ ഓർക്കണമേ. ഞാൻ അനേക മരണാസന്നമായ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ കടന്നു പോകും. അവരെ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ എന്നെ ഓർക്കണം. എന്താ ഓർക്കാനുള്ളത്? കർത്താവ് ഓർക്കണമെന്ന് പറയുമ്പോൾ എന്താണ് ഓർക്കാനുള്ളത്? ജീവിതത്തിൽ ദൈവത്തെ മറന്ന് ജീവിച്ച കാലങ്ങൾ, ദൈവജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, ദൈവത്തിൻ്റെ ആരാധനയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം നീ ചെയ്തിരിക്കുന്ന എല്ലാവിധമായ ദുഷ്ടതകൾ, എന്താ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുവാനുള്ളത്? ഇവിടെ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന് മാത്രമല്ല, തൻ്റെ മരണത്തിൻ്റേതായിട്ടുള്ള കാര്യം തന്നെ അറിയിച്ച പ്രവാചകൻ ആ കൊട്ടാരത്തിൻ്റെ നടുമുറ്റം വിട്ടു പോകുന്നതിന് മുൻപ് ദൈവം അവനെ നിർത്തുകയാണ്, നീ മടങ്ങിപ്പോകണം. ആകാശവും ഭൂമി ഇടിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വചനം മാറിപ്പോവുകയില്ല എന്ന് തിരുവചനം പറയുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ വരുവിൻ നമുക്ക് വാദിക്കാം എന്നും ദൈവം പറയുന്നുണ്ട്. ദൈവം നീതിയുടെ ന്യായാധിപതിയാണ്. ഹിസ്കിയാവിൻ്റേതായിട്ടുള്ള നിലവിളി അവൻ കേട്ടു. അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമാർത്ഥമായ കാര്യമാണ്. അതെ, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഇന്ന് അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരുന്നാലും
ദൈവമില്ലെന്ന് പറഞ്ഞ് കാണും, ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ച് കാണും എന്ന് വേണ്ട, എത്ര ധീരന്മാരും ശൂരന്മാരും വീരന്മാരുമായിരുന്നവർ പോലും ഇന്ന് ഈ രോഗത്തിൻ്റെ മഹാഗതിയിൽ തകർന്നു കിടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിസ്സഹായതയിൽ കരയുന്നത് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ ഒരു രാജാവ്, അവൻ കരയുകയാണ്. ദൈവം പറയണം, ഞാൻ നിൻ്റെ കണ്ണുനീർ കണ്ടു, മാത്രമല്ല ഞാൻ നിന്നെ സൗഖ്യമാക്കും. നീ സൗഖ്യത്തിന് വേണ്ടിയാണ് ചോദിച്ചത്, ഓർക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, സൗഖ്യമാക്കാൻ ആവശ്യപ്പെട്ടില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. 14 കൊല്ലം മുൻപ് നീ രാജാവായപ്പോൾ എൻ്റെ ആരാധന സ്ഥാപിക്കുവാൻ തക്കവണ്ണം ആദ്യ ദിവസത്തിൻ്റെ ആദ്യ മണിക്കൂർ നീ വന്ന് വാതിൽ തുറന്ന് പണികൾ ആരംഭിച്ച് എൻ്റെ ആരാധന പുനഃസ്ഥാപിച്ച ആ ദേവാലയത്തിലേക്ക് നീ മടങ്ങിപ്പോകും, ജീവനോടെ മടങ്ങിപ്പോകും. അവൻ്റെ മൃതദേഹമല്ല കൊണ്ടുപോകുന്നത്. 3 ദിവസം കഴിഞ്ഞ് നീ സൗഖ്യത്തോടെ ജീവനുള്ളവനായിട്ടാണ് കടന്നു പോകുന്നത്. ഞാൻ അതേക്കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല നിൻ്റെ ആയുസിൻ്റെ കൂടെ 15 കൊല്ലം കൂടി ഞാൻ കൂട്ടുവാൻ പോവുകയാണ്. അവൻ അതുവരെ ഭരിച്ചത് 14 കൊല്ലമാണ്. 25-ാമത്തെ വയസ്സിൽ രാജാവായി, 39-ാമത്തെ വയസ്സിലാണ് ഈ രോഗം ബാധിക്കുന്നത്. ഈ 14 വർഷം കൊണ്ട് വിശ്വസ്തയോടും ഹൃദയപരമാർത്ഥതയോടും നീ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് നീ ഇതുവരെയും ഭരിച്ച 14 കൊല്ലങ്ങളെക്കാൾ ഉപരിയായി 1 കൊല്ലം കൂടെ കൂട്ടി 15 സംവത്സരങ്ങൾ നിൻ്റെ ആയുസ്സിനോട് കൂട്ടുകയാണ്. ഓർത്തുകൊള്ളണം, പാരമ്പര്യം പറയുന്ന അന്ന് അദ്ദേഹം വിവാഹിതനല്ലായിരുന്നു എന്നാണ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുവാൻ പാരമ്പര്യമാണ്. എന്നാൽ മക്കളില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ സൗഖ്യം പ്രാപിച്ച് 2 വർഷത്തിന് ശേഷമാണ്, 3 വർഷമായപ്പോഴാണ് അവന് ദൈവം ഒരു കിരീടാവകാശിയെ നൽകുന്നത്, മനശ്ശെ. അപ്പോൾ ദൈവം അവനെ ഓർത്തു എന്ന് പറയുമ്പോൾ അവൻ്റെ നന്മയെ ഓർത്തു. അതുമാത്രമല്ല, അവൻ്റെ രാജ്യം മുഴുവൻ അശ്ശൂർ രാജാവായ സെന്നരിബിൻ്റെ മഹാസൈന്യം വളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അശ്ശൂർ രാജാവ് ഇവന് ജനങ്ങളോട് ചുറ്റും വിളിച്ചു പറയുകയാണ്, ഹിസ്കിയാവിന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയത്തില്ല, ഹിസ്കിയാവിൻ്റെ ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. കാരണം അതിനുള്ള ശക്തി അവനില്ല. അശ്ശൂർ രാജാക്കന്മാരുടെ മുൻപിൽ ആർക്കും നിൽക്കുവാൻ കഴിയുകയില്ല. ഞാൻ ഓരോ രാജ്യവും കീഴടക്കുമ്പോൾ അവിടുത്തെ ദൈവത്തെ പിടിച്ചുകെട്ടിക്കൊണ്ടാണ്, ഞാൻ വിഗ്രഹങ്ങളാണല്ലോ ദൈവങ്ങൾ അവിടെ, അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളുടേതായിട്ടുള്ള ദൈവങ്ങളൊക്കെ ഞാൻ പിടിച്ചുകെട്ടിക്കൊണ്ട് വരികയാണ്. നിങ്ങളെ ദൈവം രക്ഷിക്കുമെന്നും പറഞ്ഞവൻ നിങ്ങളെ കബളിപ്പിക്കരുത്. അങ്ങനെ ജനങ്ങളെ ഹിസ്കിയാവിനെതിരെ തിരിക്കുവാനും ജനങ്ങൾ സ്വയമായി മുൻപോട്ട് വന്ന് ഈ അശ്ശൂർ രാജാവായ സെന്നരിബിനെ കീഴടങ്ങുവാൻ തക്കവണ്ണമാണ് അവൻ അപ്രകാരം പ്രവർത്തിച്ചത്. പക്ഷേ ഈ രോഗക്കിടക്കയിൽ ദൈവം അരുളി ചെയ്യുകയാണ്, നീ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നീ കഴിഞ്ഞ 14 വർഷം എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്, എൻ്റെ ദേവാലയത്തിന് വേണ്ടി പ്രവർത്തിച്ചു. എന്നെ ആരാധിക്കുന്നതിനായി നീ ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. നിൻ്റെ രാജ്യത്തുള്ള എല്ലാ വിഗ്രഹങ്ങളെയും നീ തകർത്തു, അശേര പ്രതിഷ്ഠയെ തകർത്തു, പൂജാഗിരികളെ തകർത്തു. ജനത്തെ മുഴുവനായി എങ്കിലേക്ക് തിരിക്കുവാൻ വേണ്ടി നീ അഹോരാത്രം പ്രയത്നിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് നീ എൻ്റെ കാര്യം ഇത്രമാത്രം ശുഷ്കാന്തിയോടെ നോക്കിക്കണ്ടതുകൊണ്ട് ഞാൻ നിന്നെ അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എങ്ങനെയാണ് രക്ഷിക്കുന്നത്? ഒരു മഹാസൈന്യം 4 ചുറ്റും വന്ന് പാളയമടിച്ചിരിക്കുകയാണ്. യഹൂദ ഒരു കൊച്ചു നാട്ടുരാജ്യം മാത്രമാണ്. ഈ വർത്തമാനം കേട്ടപ്പോൾ, ഞാൻ നിൻ്റെ ദൈവത്തെയും പിടിച്ചു കെട്ടിക്കൊണ്ട് പോകും എന്ന് ജനങ്ങളോട് പറയുന്നത് കേട്ടപ്പോൾ ഹിസ്കിയാവ് ദേവാലയം ചെന്ന് വസ്ത്രം കീറി നിലവിളിക്കുകയാണ്, ദൈവമേ നിന്നെ ഓർക്കണമേ. പിന്നെ അവൻ രോഗിയായി, രോഗക്കിടക്കയിൽ ദൈവം നൽകുന്ന വാഗ്ദാനം, അശ്ശൂർ രാജാവിൻ്റെ
ദൈവം തകർത്ത് കളയും. എങ്ങനെയാണ് തകർത്ത് കളഞ്ഞത്? ആ രാത്രിയിൽ ദൈവം അരുളപ്പാട് നൽകിയൊക്കെ പോയി. എന്നാൽ അശ്ശൂർ രാജാവിൻ്റെ മഹാസൈന്യം പാളയമടിച്ചിരിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ ഒരു ദൂതനിറങ്ങി 1,85,000 പേരെയാണ് ഒറ്റ രാത്രി കൊണ്ട് സംഹരിച്ചത്. ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പടയാളികളെയാണ് അത്യുന്നതനായ ദൈവം ഹിസ്കിയാവിന് വേണ്ടി സംഹരിച്ചത്. ചരിത്രത്തിൽ അപ്രകാരം ഒരു സംഹാരം നടന്നിട്ടില്ല. തനിക്ക് വേണ്ടി ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചവനെ, തൻ്റെ നാമമഹത്വത്തിനായിട്ട് പ്രവർത്തിച്ചവനെ, തനിക്കുള്ളത് സർവ്വതും ദൈവത്തിൻ്റേതായിട്ടുള്ള മഹത്വത്തിനും മഹോന്നതിക്കും വേണ്ടിയിട്ട് സമർപ്പിച്ചവനെ, അവനെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പേരെയാണ് കൊന്നൊടുക്കിയത്. രാജാവ് ഓടിപ്പോയി അവൻ്റെ ദേവൻ്റേതായിട്ടുള്ള ക്ഷേത്രത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിസ്രോക്കിലെ ദേവാലയത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മക്കൾ വന്നവനെ വെട്ടിക്കൊല്ലുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അത്യുന്നതനായ ദൈവം ഇത് തൻ്റെ പ്രവാചകനായ യെശയ്യാവിലൂടെ ഹിസ്കിയാവിനെ അറിയിക്കുമ്പോൾ ഹിസ്കിയാവ് ഒരു കാര്യം ചോദിച്ചു. എനിക്ക് സൗഖ്യം തരുമെന്നും 3-ാം ദിവസം ഞാൻ ആ ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി ആരാധിക്കുന്നൊക്കെയും പറഞ്ഞതിൻ്റെ അടയാളം എന്താണ്? എനിക്കതിനൊരു അടയാളം വേണം, ഒരു തെളിവ് വേണം. അപ്പോൾ യെശയ്യാവ് ചോദിച്ചു, ആഹാസിൻ്റെ സൂര്യഘടികാരത്തിൽ നിഴൽ 10 പടി മുൻപോട്ട് പോകണമോ അതോ നിഴൽ 10 പടി പുറകോട്ട് പോകണമോ? അപ്പോൾ ഹിസ്കിയാവ് പറഞ്ഞു, നിഴൽ 10 പടി പിൻപോട്ട് പോകണം. മുൻപോട്ട് പോയ നിഴൽ 10 പടി പിൻപോട്ട് പോകണം. അങ്ങനെ ഹിസ്കിയാവിൻ്റെ സൗഖ്യം തെളിയിക്കുവാൻ വേണ്ടിയിട്ട് അത്യുന്നതനായ ദൈവം ആഹാസിൻ്റെ സൂര്യഘടികാരത്തിൽ മുൻപോട്ട് പോയ നിഴലിനെ 10 പടി പിന്നോട്ടാക്കി. ആധുനിക കമ്പ്യൂട്ടർ വിദഗ്ധന്മാരെല്ലാവരും അതേ സൗരയൂഥത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ കണക്കുകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ ചില പ്രത്യേകമായ സമയ ശകലങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അത്യുന്നതനായ ദൈവം സമയത്തെ പിടിച്ചു നിർത്തിയ വേറെ ചില സംഭവങ്ങളുമുണ്ട്. അതിൻ്റെ പട്ടികയിലേക്ക് ഇത് കടന്നു വരികയാണ്. ഹിസ്കിയാവ് സൗഖ്യം പ്രാപിച്ചു. അവന് മനശ്ശെ എന്ന മകൻ ജനിച്ചു. അങ്ങനെ അവൻ മഹാധനികനായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നാം ഇന്ന് ഒരു മഹാമാരിയെ അഭിമുഖീകരിക്കുകയാണ്. മരണത്തിൻ്റെ താഴ്വരയിലൂടെ അനേകർ കടന്നു പോകുന്നുണ്ട്. രോഗികളായിട്ടുള്ള അനേകരുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും നാളത്തെക്കുറിച്ചൊരു ഉറപ്പ് പറയുവാൻ സാധ്യമല്ല. കാരണം മരണത്തെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല. എന്നെ ഒരു സഹോദരി അമേരിക്കയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, തൻ്റെ വാർഡിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരമ്മ സങ്കടത്തോടെ അവളോട് പറയുകയാണ്, എനിക്ക് 3 മക്കളുണ്ട്, എനിക്കിനിയും തിരിച്ചു പോകാൻ ഒക്കുമോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് യേശുവിനെ സന്നിധി സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. യേശുവിനെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹങ്ങളോടെ പൂർണ്ണമാക്കുവാൻ കഴിയും. അവർ പ്രാർത്ഥിച്ചു. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ലോകത്തോട് യാത്ര പറഞ്ഞു. മരണത്തെ മുന്നിൽ കാണുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെക്കുറിച്ച് അനേകർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ഇന്നും ബഹുഭൂരിപക്ഷം രോഗികളും ഇതിനെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. കാരണം ഇതിൻ്റെ ഭീകരതയെക്കുറിച്ച്, ഭയാനകമായ ഇതിൻ്റേതായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും, ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിയും എന്നൊക്കെയുള്ള ചിന്തയാണ്. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തോടെ നിലവിളിക്കുവാൻ, ദൈവത്തിൻ്റെ കരുണയാർജിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അനേകർ കഴിയുന്നില്ല. ഹിസ്കിയാവിന് കഴിഞ്ഞു, പക്ഷേ അവനൊരു പിൽക്കാലത്തെക്കുറിച്ച് പറയുവാനുണ്ടായിരുന്നു. ഒരുപക്ഷേ നാം ഇതുവരെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. ഒരുപക്ഷേ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. പരമാർത്ഥതയോടും വിശ്വസ്തയോടും നിൻ്റെ സന്നിധി നടന്നത് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുവാനുള്ള യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ പോലും ഈ നിമിഷങ്ങൾ ദൈവം നൽകിയിരിക്കുന്നത്
അപ്രകാരമുള്ള ഒരു പുതിയ ഉടമ്പടി ദൈവമായിട്ട് ചെയ്യുവാനാണ്. മേ ബി യു മേ നോട്ട് ഹാവ് എനിത്തിങ് അറ്റ് ഓൾ അബൌട്ട് ദ പാസ്റ്റ്. യു മേ നോട്ട് ഹാവ് ഡൺ എനിത്തിങ് ഇൻ ദ പാസ്റ്റ് ടു പ്ലീസ് ഗോഡ്. യു മേ നോട്ട് ഹാവ് ഡൺ എനിത്തിങ് ഇൻ ദ പാസ്റ്റ് for the glory of God or His kingdom. True. But this is a time when you can submit and surrender yourself, making a new commitment to the Lord. He will accept you even now. Don't think it is late. You see, Jesus accepted the thief on the cross. You will be with me in paradise today. It's never late. He can still save you. He can still use you. He can still shower His compassion on you and save you. But it all depends on your response. Can you accept Him as your Savior right now? Can you make a decision that you would serve Him from this moment on? Can you declare to the world that you will be a testimony for Jesus? If Jesus gives you a healing, if Jesus gives you a breakthrough, can you stand up for Jesus as a testimony? Will you be a witness for Jesus? That's the question. Here we found a man who had been standing tall for the Almighty God, who did everything what he could for the Almighty God. And in the greatest crisis of his life, we find the Lord remembering him and blessing him abundantly. You see. So let us pray for that. These are moments for you to submit and surrender yourself to the Lord. He can save you. He will save you. But it all depends on your response to Him. ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ജീവിതയാത്രയിൽ ഇങ്ങനെയുള്ള അവസ്ഥയെക്കുറിച്ചൊന്നും ചിന്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ശരിയായിരിക്കാം. പക്ഷെ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. പലപ്പോഴും അത്യാസന്ന നിലയിലായിരിക്കുമ്പോഴും അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, സൗഖ്യം പ്രാപിച്ച എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പലരും ചിന്തിക്കുന്നത്. ഞാൻ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു രോഗിയെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയി. അദ്ദേഹം അത്യാസന്ന നിലയിലാണ്, ദേഹം മുഴുവൻ ട്യൂബുകളാണ്. പക്ഷേ പറയുന്നത്, എനിക്ക് ബ്രദർ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഞാൻ ഈ ഹോസ്പിറ്റൽ വിട്ട് പുറത്ത് വന്നാൽ എനിക്ക് ഇന്ന കാര്യങ്ങളാണ് പൂർത്തീകരിക്കാനുള്ളത്. ഒരു കെട്ടിടം പണിയണം, കോംപ്ലക്സ് പണിയണം, പല കാര്യങ്ങളാണ്. കോംപ്ലക്സും കെട്ടിടമൊന്നും പണിയാതെ ഈ ലോകത്തോട് അത് ചില ദിവസങ്ങൾ കഴിഞ്ഞ് അയാൾ യാത്ര പറഞ്ഞു. ദൈവത്തിനു വേണ്ടി ഇപ്പോഴും ചിന്തിക്കുവാൻ കഴിയാതെയാണ് അനേകായിരങ്ങൾ ലക്ഷങ്ങൾ മുൻപോട്ട് പോകുന്നത്. ദൈവത്തിന് മാത്രമേ വിടുവിക്കുവാൻ കഴിയൂ എന്നുള്ള ചിന്ത അനേകരിലില്ല. ഈ പശ്ചാത്തലത്തിൽ ഹിസ്കിയാവ് നമുക്ക് മാതൃകയാകട്ടെ. ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ച ഒരു ഉടമ്പടി ചെയ്യുമെങ്കിൽ, ഈ മഹാമാരിയിൽ ദൈവം വിടുവിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാമെന്നും ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാമെന്നും ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കാമെന്നും ഒരു ഉടമ്പടി ദൈവമായിട്ട് ചെയ്യുക, അതിനുള്ള ഒരു വിലപ്പെട്ട അവസരമാണ്. ദൈവത്തിന് തീർച്ചയായും നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും, വിടുവിക്കുവാൻ കഴിയും, യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയും. ഹിസ്കിയാവിൻ്റെ ആയുസ്സിനോട് 15 വർഷം കൂട്ടിച്ചേർത്ത ദൈവത്തിന് നമ്മുടെ ആയുസ്സിനെ നീട്ടുവാൻ കഴിയും, യാതൊരു സംശയവുമില്ല. പക്ഷേ അത് നമ്മുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ പലപ്പോഴും അങ്ങേക്ക് വേണ്ടി ചിന്തിക്കുവാനോ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുവാനോ ഒന്നും കഴിഞ്ഞില്ല. ആ കുറവ് ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവേ, ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ കർത്താവേ, അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഹിസ്കിയാവിനെ പോലെ പരമാർത്ഥ ഹൃദയത്തോടും വിശ്വസ്തയോടും അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സ്വയം സമർപ്പിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഒരു മഹാമാരി അവരെ തൊടുവാനിടയാതെ വണ്ണം അങ്ങ് തീവതിലെ അവരെ സൂക്ഷിക്കുകയും അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് അവരുടെ ആയുസ്സിനെ നീട്ടിക്കൊടുത്ത് ഒരു പുതിയ ജീവിതം ആരംഭിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വമുള്ള സാക്ഷികളായിട്ട് പ്രവർത്തിപ്പാൻ തക്കതിരുവണ്ണം ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും തെറ്റുകളും നീ ക്ഷമിക്കണമേ കർത്താവേ. അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുന്ന ഓരോരുത്തരെയും നമുക്ക് സ്വീകരിക്കുന്ന ദൈവമാണല്ലോ. കാൽവറിയിൽ
അവസാന നിമിഷത്തിൽ ആ കള്ളനെ പോലും അഗ് സ്വീകരിച്ചു. നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കുമെന്ന് കൽപ്പിച്ചു. കർത്താവ് ജീവിതയാത്രയിൽ നിന്ന് തകർന്നിരിക്കുന്ന ഈ മഹാമാരിയുടെ വിവിധങ്ങളായിട്ടുള്ള കെടുതികൾ മൂലം നഷ്ടപ്പെടുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. രോഗികൾ മാത്രമല്ല, ഈ രോഗം സൃഷ്ടിച്ചിരിക്കുന്ന ഭീകര നിമിത്തം ജോലി നഷ്ടപ്പെടുന്നവർ, കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുന്നവർ, എല്ലാം നഷ്ടപ്പെട്ടവർ, അനാഥരായി തീർന്നിരിക്കുന്നവർ, അവരെല്ലാം അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങയെ കണ്ടെത്തുവാനും അങ്ങയുമായിട്ടൊരു പുതിയ ഉടമ്പടി ചെയ്തുകൊണ്ട് പുതിയ സൃഷ്ടികളായിട്ട് ജീവിതം ആരംഭിക്കുവാൻ തക്കതിനുവണ്ണം ഈ വചനം കേട്ട ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് ബോസ് ജോർജ്, സിന്ധു ജോർജ്, അരുൺ ജോർജ് ആൻഡ് അഖിൽ ജോർജ്, USA.